ആ നിറച്ച് കഴിച്ചോണം. ഒരു വറ്റ് പോലും താഴെ കളയാതെ. നമുക്ക് മുമ്പിലുള്ള ഏക ചോദ്യം കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, അതോ കാർത്തികയെ തന്നെയാണോ അവർ നെട്ടൂർ പാലത്തിന് താഴെയിട്ട് കത്തിക്കരിച്ചത്? കാർത്തിക അല്ലെങ്കിൽ ആ മരണപ്പെട്ടത് ആരാണ് തുടങ്ങിയ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയാലേ ഈ കുരുക്കുകൾ ഓരോന്നായി നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റൂ. അതിനുള്ള മാർഗം എന്താണ്? അത് മാത്രമാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഫസ്റ്റ് മൂവ്മെന്റ്. മാഡം, അതിന് നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ട പെൺകുട്ടിയുടെ DNA ടെസ്റ്റ് തന്നെയല്ലേ ഏക മാർഗം? ടെസ്റ്റിൽ ആ പെൺകുട്ടി കാർത്തിക അല്ലെന്ന് മനസ്സിലാക്കിയാൽ ആദ്യത്തെ കടമ്പ കഴിഞ്ഞില്ലേ? പൂർണ്ണമായും കത്തിക്കരിഞ്ഞു എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഹാർഡ് ടിഷ്യൂകൾ, അതായത് എല്ലുകളും പല്ലുകളും ഒക്കെ അവശേഷിക്കില്ലേ മാഡം? അത് മതിയല്ലോ മാഡം മരിച്ചയാളുടെ ബയോഡേറ്റ വരെ ലഭിക്കാൻ. മരണപ്പെട്ട പെൺകുട്ടി കാർത്തിക അല്ലെന്ന് തെളിഞ്ഞ അടുത്ത നീക്കം കാർത്തിക എവിടെ? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ പുറത്തു വരണം. ഇനി അവളെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ അവിടുന്ന് പുറത്തു ചാടിക്കണം. എങ്കിലേ വിഷ്ണുവേട്ടനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റൂ. പോലീസ് നിരത്തിയ കത്തിക്കരിഞ്ഞ കാർത്തികയുടെ ബോഡിയുടെ കഥയിൽ എനിക്കൊരു വിശ്വാസ്യതയും തോന്നിയില്ല മാഡം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ പിന്നാലെ ഒന്ന് സഞ്ചരിച്ചതും. ആസിഡിൽ മുക്കി വരെ ആളെ കൊല്ലുന്ന കാലമാ മാഡം ഇത്. എന്നിട്ടും അതിന്റെ പഴുതുകളടച്ച് കേസ് തെളിയിക്കുന്നില്ലേ? വീപ്പയ്ക്കുള്ളിൽ കരീത്തറ കായലിൽ കണ്ട മൃതദേഹത്തിലെ എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു സ്ക്രൂവിൽ നിന്ന് പോലും അതാരാണെന്ന് തിരിച്ചറിഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടില്ലേ? അതുപോലെ ഇതും നമുക്ക് മനസ്സിലാക്കി തരും. അതിനുള്ള വഴി നമ്മൾ തെളിച്ചു കൊടുക്കണമെന്ന് മാത്രം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം അന്വേഷിക്കേണ്ട പോലീസ് തന്നെയാണ് നമ്മുടെ എതിരാളി എന്നതാണ്. അവരൊരുക്കുന്ന കുരുക്കുകളാണ് നമ്മൾ അഴിക്കേണ്ടത്. അതായത് നമ്മൾ ഹരിശ്രീ എഴുതി പഠിപ്പിക്കേണ്ടത് തലതൊട്ടപ്പന്മാരായ കുതന്ത്രങ്ങളുടെ രാജാക്കന്മാരെയാണെന്ന് ഓർക്കണം. കൃത്യമായ എവിഡൻസിന് മുന്നിൽ പതറിപ്പോകാത്തവരാരാണ് മാഡം ഉള്ളത്? പഴുതുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം. അതിന് മാഡത്തിനെ കൊണ്ട് കഴിയണം. നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ചെയ്തു തീരാനും കണ്ടുപിടിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചെയ്യാൻ സർവേശ്വരൻ ശക്തി തരും മാഡം. പക്ഷെ വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ സർവശക്തിയും ചോർന്നു പോവുക. എല്ലാം സഹിച്ചുള്ള നിൽപ്പ് കാണുമ്പോ അനു, എന്റെ സർവ്വനാടികളും തളർന്നു പോവുക. അങ്ങനെ തളർന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമല്ലേ മാഡം? ശക്തരാകുന്നത് ഇതെല്ലാം ചെയ്യിച്ചവരുമാണ്. നന്മയുടെ ജയം വരണമെങ്കിൽ തിന്മ പരാജയപ്പെട്ടേ ഒക്കൂ. മാഡമാണ് ഇപ്പൊ സാറിന്റെ ശക്തി. ആ മാഡം തളർന്ന പിന്നെ സാറിനും പിടിച്ചു നിൽക്കാനാവില്ല. പടയ്ക്കിറങ്ങാൻ തന്നെയാ തീരുമാനം. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ തളർന്നു പോകുന്ന അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ കൃഷ്ണനുണ്ടായിരുന്നു. എനിക്കിവിടെ ആകപ്പാടെയുള്ളത് പാവം പിടിച്ച എൻ്റെ അമ്മയും. എന്തായാലും ശത്രുവിന്റെ ശക്തി കണ്ട് പതറാതെ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിനുപയോഗിക്കാവുന്ന ഏത് യുദ്ധതന്ത്രങ്ങളും ഉപയോഗിക്കും. ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് പതറിപ്പോയാ എന്നും കത്തിച്ചു വെക്കുന്ന തിരിയുടെ കണക്ക് പറഞ്ഞ് ഭഗവാനെ തന്നെ വിളിച്ചു നോക്കാം. സഹായിക്കൊന്ന് നോക്കാലോ. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നു.
എനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ ഒരാപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. ശാലിനിയും മോനും ഒന്നിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർക്കെല്ലാം അസൂയ ഉണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങൾ ജീവിച്ചു കാണിക്കണം. എന്താടാ വേഷം കെട്ടെടുക്കല്ലേ? എന്തൊക്കെയാടാ നീ ഇരുന്ന് കാണിക്കുന്നത്? ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് വൃത്തികേടാക്കിയ നീ തന്നെ വൃത്തിയാക്കി തരേണ്ടി വരും. സാറേ സാറേ ഇതാ ഇവൻ. സാറേ ഒന്ന് ഓടിവാ സാറേ. സാറേ ഒന്ന് ഓടിവാ. എന്താണോ എന്താ പറ്റി? നോക്കിയേ സാറേ, അവൻ ശ്രദ്ധിക്കുന്ന മുഴുവൻ ബ്ലഡാ. താൻ ലോക്കപ്പ് പറഞ്ഞേ. ഒന്ന് വേഗം തുറക്കണം. എന്താ എന്താ പറ്റിയത്? എഴുന്നേക്ക് സാറേ, എന്തോ കുഴപ്പമുണ്ട് സാറേ. എന്താണോ എന്താ പറ്റിയേ? എടോ താൻ പോയി ജീപ്പ് ഇറക്ക. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്താണോ എന്താ അവിടെ ഒച്ചമ്പളൊക്കെ? സാറേ, ആ വിഷ്ണു ബ്ലഡ് ശ്രദ്ധിക്കുന്നു. അവൻ നല്ല മോണയും കടിച്ചു പിടിച്ചായിരിക്കും. അല്ല സാർ, ബ്ലഡാ ഛർദ്ദിക്കുന്നത്. എടോ വിജയ, ഈ വയറ്റിലേ വല്ല അൾസറോ വല്ല കൂടി പൊട്ടിയാലേ ബ്ലഡ് വരും. അല്ല, ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടോ തന്നോട് ജീപ്പ് ഇറക്കാൻ പറഞ്ഞിട്ട്. അല്ല, പോയി ജീപ്പ് ഇറക്കണോ. എടോ നാസേ, ഇത് കുഴപ്പമാ. ജീപ്പിലും കൊണ്ടുപോകാൻ പറ്റില്ല. എടോ എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ സമാധാനം പറയണം. ഇതിപ്പോ ഇവിടെ കിടന്ന് എന്തെങ്കിലും പറ്റിപ്പോയാലും നമ്മൾ സമാധാനം പറയണ്ടേ സാറേ? എടോ ഇത് അങ്ങനെയല്ല. എടോ ഇത് ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോകേണ്ട കേസാ. എടോ നമ്മുടെ ജീപ്പ് എമർജൻസി സംവിധാനം വല്ലതും ഉണ്ടോ? ഉണ്ടോ വിജയ? ഏയ്, സാറ് പറഞ്ഞപ്പോഴേ എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. സംഗതി റിസ്കാ. ആംബുലൻസ് തന്നെ വിളിക്കേണ്ടി വരും. എന്നാ പിന്നെ ഒന്ന് പെട്ടെന്ന് വിളിക്ക് സാറേ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവും. ഇവിടെ താനിങ്ങനെ ഇരുന്ന് കയറ് പൊട്ടിക്കാതോ. നമ്പർ നോക്കട്ടെ. തന്നെ ഉണ്ടോ കൊടുത്ത താലൂക്ക് ആശുപത്രിയുടെ നമ്പർ? എന്റെ കയ്യിൽ വിടണ സാറേ. താനത് സെർച്ച് ചെയ്തോ? ഞാനും ചെയ്യാം. ആർക്കാണോ നമ്പർ കിട്ടുന്നത് അവർ വിളിച്ചോളാം. എസ് ഐ അമാൻ ആശുപത്രി പോയി ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാടാന്നാ തോന്നുന്നത്. ചില നേരത്തെ അയാൾ വലിയ മനുഷ്യ സ്നേഹിയാട്ടോ. സാറേ, നമ്പർ കിട്ടി. ആ, എന്താ വിളിക്കണോ? വല്ല ശവവും കൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ അത് ഇറക്കാതെ വരാൻ പറ്റില്ല. ആ സമയത്ത് ഇതിവിടെ ശവമാവും. സാറേ, ഇതല്പം കുഴപ്പം പിടിച്ച വള്ളിയാണെന്നാ തോന്നുന്നേ. തട്ടി പോകൂടോ. ഛർദിൽ കണ്ടിട്ട് അകത്ത് കിടക്കുന്ന എല്ലാം പുറത്തു വന്നു എന്നാ തോന്നുന്നേ. ഞാൻ ഒന്ന് പുറന്തടവി കൊടുക്കട്ടെ സാറേ? ആ കൊടു. എഴുന്നേ. പോലീസുകാരെല്ലാം മനുഷ്യ സ്നേഹികളായാലേ ഈ പ്രസ്ഥാനം പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാ തോന്നുന്നു. ഹലോ മാഡം, ഞാൻ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ നഹാസാണ്. പറഞ്ഞോളൂ. മാഡം, വിഷ്ണു കുറച്ച് രക്തം ഛർദ്ദിച്ചു. എന്താ പറഞ്ഞേ? വിഷ്ണുട്ടൻ എന്ത് പറ്റിയെന്നാ? അറിയില്ല മാഡം, ബ്ലഡ് നന്നായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഈശ്വര. പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാൻ ACP സമ്മതിക്കുന്നില്ല. ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയാൽ മതിയെന്നാ ACP സാർ പറയുന്നത്. 1-2 ആംബുലൻസ് ഞാൻ വിളിച്ചു നോക്കി, പക്ഷേ എല്ലാം ഓട്ടത്തിലാ. മാഡം, എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ മാഡം? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. സ്റ്റേഷൻ അടുത്തെത്താറായി. പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം മാഡം. ഞാൻ എത്തി. രാമേട്ട, പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം. എത്രയും വേഗം പോകാൻ പറ്റൂ അത്രയും വേഗം. പെട്ടെന്ന്. ശരി മോളെ.
വിഷ്ണുവേട്ടന് ഫുഡ് പോയ്സണായി ബ്ലഡ് വൊമിറ്റ് ചെയ്തെന്ന്. മാഡം ഒന്നും സംഭവിക്കില്ല. നമ്മളിത് അടുത്തെത്തിയില്ലേ? രാമേട്ട ഒന്ന് വേഗം. സാർ, ഇനി ആംബുലൻസ് നോക്കി നിന്നാ ഇവൻ ഇവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. നഹാസെ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആംബുലൻസ്. നമുക്ക് വേണ്ടിയിട്ട് ആ രോഗിയെ വഴിയിലിട്ടിട്ട് ഇയാളെ കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റൂ? അല്ലെങ്കിൽ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. നമ്മൾ പറയുന്നതിന് മുമ്പേ കാര്യങ്ങൾ എടുത്താൽ പറ്റൂ. പക്ഷേ ഇയാളുടെ അവസ്ഥ എടോ, ഈ അവസ്ഥയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നഹാസെ? ആംബുലൻസ് എത്താത്തത് ഇവന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കും. സാർ, ഇയാൾ ഇവിടെ കിടന്ന് മരിച്ചാ? എടോ, അതും വിധി. വിളിച്ച ആംബുലൻസ് എന്തായാലും വേസ്റ്റ് ആവില്ല. ആ ആംബുലൻസിൽ തന്നെ ഇവന്റെ ബോഡി നമുക്ക് മോർച്ചറിയിലേക്കും കൊണ്ടുപോകാം. ചേടാ, ഈ മനുഷ്യ സ്നേഹികളായ പോലീസുകാരെ കൊണ്ട് പോലീസ് സേന പൊറുതിമുട്ട് കാണല്ലോ എന്റെ ഉടയതമ്പുരാനെ. വന്ന് ഈ സേന അച്ചമ്പട്ടത്തിന് പഠിപ്പിക്കുന്ന സെമിനാരിയാക്കി മാറ്റേണ്ടി വരുമോ? സാറേ, ധിക്കാരമാണെന്ന് തോന്നരുത്. ഞാൻ ജീപ്പ് എടുക്കാൻ പോവാ. അതിൽ വരുന്ന എന്ത് ശിക്ഷയും ഒരു മടിയും കൂടാതെ ഞാൻ സ്വീകരിച്ചോളാം. നിക്കണവിടെ. ഗോപേ, ഇത് സിനിമയൊന്നുമല്ല തനിക്ക് കയറി ഷോ കാണിക്കാൻ. ഈ കിടക്കുന്ന എന്റെ അളിയന്റെ മച്ചമ്പിയൊന്നും അല്ലല്ലോ. അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാം. ഞാൻ ACP-യാ, തലയ്ക്ക് മൂത്ത തലവൻ. ചോര തിളപ്പെടുന്ന് കരുതി എന്റെ മുമ്പിൽ ആ തിളപ്പെടുത്താണ്ടല്ലോ, കാലുവാരിയാൻ നിലത്തടിക്കും. എന്നിട്ട് സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തും കേട്ടോ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഈ സ്റ്റേഷൻ ചാർജ് തനിക്കായിരിക്കും, പക്ഷെ തന്റെ ചാർജ് ഞാനാ തീരുമാനിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് എന്ന ഞാൻ. ഓർത്തു വെച്ചോ, നീ എന്നെ മറികടന്ന ആളാവാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കത്തില്ല. സാറേ, നീ കൂടെ കൂട്ടത്തിൽ നിന്ന് കൈയും കെട്ടിക്കോ. മാറ. വിഷ്ണുട്ടാ, എന്താ ഇത്? എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഒന്ന് പിടിച്ചേ, പിടിക്കാൻ. എങ്ങോട്ടാ മേഡം? വിഷ്ണു, എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഈ ഒരു അവസ്ഥയിൽ മറ്റു ഭാഗങ്ങളെ കൊണ്ടുപോകുന്ന റിസ്ക് ആണ് മേഡം. അതുകൊണ്ട് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉടനെ അത് എത്തും. അത് എത്തിക്കോട്ടെ, പക്ഷെ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അത്യാവശ്യം. ഞാൻ കൊണ്ടുപോവില്ല മേഡം. ACP എന്ന നിലയിൽ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സമാധാനം പറയേണ്ട ഞാനാണ്. മാത്രമല്ല, എന്റെ അധികാര പരിധി കൈയെടുത്താൻ ഞാൻ ആരെ അനുവദിക്കത്തുമില്ല. മേഡം സഹകരിക്കണം. ഒരു കളക്ടറുടെ അധികാര പരിധിക്ക് മുകളിലല്ല ACP-യുടെ അധികാര പരിധി എന്ന് അറിയാലോ. അതുകൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായി ഈ കളക്ടർ പറയുന്നു, വിഷ്ണുവേട്ടനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കും. തടയാനെങ്ങാനും വന്ന ജില്ലാ കളക്ടറുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം നിൽക്കാൻ വന്ന ACP-യെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തി കൊണ്ടുപോകേണ്ടി വരും എനിക്ക്. പിന്നാലെ വരുന്ന എന്ത് നൂലാമാലകൾക്കും കളക്ടർ ശാലിനി മറുപടി കൊടുക്കുകയും ചെയ്യും. നഹാസേ, വിഷ്ണുവേട്ടനെ കാറി കയറ്റേ. വരട്ടെ മേഡം.
ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളക്ടർ കാണിക്കുന്ന സൽപ്രവൃത്തിക്ക് കോടതിയിൽ നിന്ന് ഒരു പ്രശംസയും എനിക്കൊരു താക്കീതും കിട്ടാവുന്ന ശിക്ഷയെ ഇതിലുള്ളൂ എന്ന് എനിക്ക് അറിയാം മാഡം. പിന്നെ നിയമം നോക്കിയാണ് മാഡം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സർക്കാർ ജീപ്പ് കിടക്കുമ്പോ മറ്റൊരു വാഹനത്തിൽ ലോക്കപ്പിലെ പ്രതിയെ കരുതുന്നത് തെറ്റല്ലേ മാഡം? ഇയാളെ ജീവിക്കാൻ സാർ സമ്മതിക്കുന്നില്ലല്ലോ. എങ്കിൽ സമ്മതിച്ചു ഇവിടുന്ന് പ്രതിയെ കൊണ്ടുപോകാം. പക്ഷേ അത് കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കാറിലല്ല, ദാ അവിടെ കിടക്കുന്ന ജീപ്പിൽ. 100 പോയാൽ 101 തവണ നിന്നു പോകുന്ന ആ പഴഞ്ച വണ്ടിയില് മേഡത്തിന്റെ ചങ്ങനയും കൊണ്ട് പോ. എന്നിട്ട് രക്ഷിച്ചെടുത്തോണ്ട് വാ. അവിടെ ജീവനോട് എത്തിക്കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം മാഡം. ചെല്ലു മാഡം, വിഷ്ണുവേട്ടനെ രക്ഷിക്കണ്ടേ? ഇപ്പം തന്നെ ഛർദ്ദിച്ച് അവനൊരു പരുവായിരിക്കുകയാണ്. വേഗം ജീപ്പിക്കട്ടെ. ചന്ദ്രബോസേ, ഈ പോക്ക് വിഷ്ണുവേട്ടനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാനുള്ള പോക്ക് തന്നെയാ. തിരിച്ചു വന്നിട്ട് നമ്മൾ തമ്മിലൊന്ന് കാണും. അപ്പോഴും എന്റെ കൂടെ ജീവനോടെ എന്റെ വിഷ്ണുവേട്ടൻ ഉണ്ടാവും. ഒരാൾക്കും ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ വിട്ടുകൊടുക്കില്ല, മരണത്തിന് പോലും. ഡോ സർ, ആ വിഷ്ണുവിനമ്മ സത്യഭാമയെ വിളിച്ചൊന്ന് അറിയിച്ചാല് അവരും വരട്ടെ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നതല്ലേ ബുദ്ധി. രാഘവട്ട, ഇപ്പൊ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. വിഷ്ണുവിന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തുള്ള ആവലാതി മാത്രമേ ഉള്ളൂ. അവനെന്തേലും കഴിച്ചോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും അറിയില്ലല്ലോ. രാഘവട്ട, ഞാൻ എന്തായാലും അവിടെ വരെ പോകാനിരിക്കുക. രാഘവേട്ടന് വരണമെന്നുണ്ടോ? വയ്യ. എന്റെ കുഞ്ഞ് ലോക്കപ്പിൽ കിടക്കുന്ന കാണാൻ എനിക്ക് വയ്യ. അത് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടിത് എനിക്കില്ല ഭാമേ. ഹലോ ഹലോ, സത്യഭാമയല്ലേ? അതെ, സത്യഭാമയ. ആരാ സംസാരിക്കുന്നത്? ഇത് സ്റ്റേഷനിൽ നിന്നാ. ACP സാർ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുക. എന്താ കാര്യം? വിഷ്ണുവിന് വല്ല അത്യാവശ്യമുണ്ടോ? അത് പറയാൻ തന്നെ വിളിച്ചത്. വിഷ്ണുവിന് പെട്ടെന്ന് സുഖമില്ലാതായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. എന്താ ഈ പറയുന്നേ? എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് ഈ പറയുന്നേ? എന്താ നടന്നേന്നൊന്ന് പറ. ശാലിനി മേഡത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച ശേഷം വിഷ്ണുവിന് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടായി. ഒരുപാട് ഛർദ്ദിച്ചു. ഛർദ്ദിക്കുന്നത് മുഴുവൻ ബ്ലഡാ. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എന്റെ കുഞ്ഞിനെ കൊന്നു. അവരെന്റെ കുഞ്ഞിനെ കൊന്നു. എന്താ സത്യമേ? എന്താ ഉണ്ടായേ? നീ കാര്യം പറ ഭാമേ. ഇനി എന്ത് പറയാനാ? ഇവളുടെ വീട്ടുകാർ ചേർന്ന് നമ്മുടെ വിഷ്ണുവിന് വിഷം കൊടുത്തു. സത്യമേ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയാനാണോടി കുറ്റം? നിന്റെ വീട്ടുകാർ കാണിക്കുന്നത് നീ അറിയുന്നില്ലേ? കാര്യം തന്നെ പറ. രാഘവേട്ട, ഇവളുടെ കുഞ്ഞേച്ചി ആ ശാലിനി അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ വിഷ്ണു രക്തം ഛർദ്ദിച്ച് ഹോസ്പിറ്റലാണെന്ന്. പൊന്നരിച്ച് തലയിൽ കെട്ടിയവളെ അവന്റെ കാലിലായിട്ട് അടുത്ത് കൂടിയേക്കുക. ഈ കാണിച്ച സ്നേഹമൊക്കെ ആ കള്ളിയുടെ അടവായിരുന്നു. ഭഗവാനെ, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ. അവൾക്ക് വേണ്ടെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. രോഹിത്തെ, എടാ എന്താ സത്യമേ? എടാ വാ, വണ്ടി ഇറക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോണം. വാ, പെട്ടെന്ന് വാ. മരുമകളാക്കാൻ കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കലായിരുന്നോ? അവളുടെ കാര്യം പറയുമ്പോ 100 നാവായിരുന്നല്ലോ. ഇപ്പൊ എന്താ മിണ്ടായിട്ട് മുട്ടിപ്പോയോ?
എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ഈ സത്യഭാമ ആരാണെന്നും എന്താണെന്നും നീ അറിയും. സത്യമേ, എന്താ സത്യമേ, എന്താ ഉണ്ടായത്? എടാ, നമ്മുടെ വിഷ്ണുവിനെ ശാലിനികളുടെ വീട്ടുകാരും കൂടി ചേർന്ന് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാനാക്കി ഇട്ടിരിക്കുക. എടാ, നമുക്ക് അവിടെ വരുന്ന് പോകടാ. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരണം. എന്റെ മകനെ കൊല്ലാൻ നോക്കിയവരുടെ കുടുംബത്തിലെ ഒരാളെയും എന്റെ കുടുംബത്തിൽ പിന്നെ കാണാൻ പാടില്ല. സത്യമേ, സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ നമുക്ക് എന്തായാലും അവിടെ എത്താം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സത്യമേ, ഞാനും കൂടി വന്നോട്ടെ. ഓടി, എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ആ കുടുംബത്തിലെ ഒരുത്തിയെ ശാലിനി, ആ പിശാചിന്റെ മനസ്സിൽ ഇത്രയും വിഷം ഉണ്ടായിരുന്നോടി. എന്റെ മകനെ കൊല്ലാനും മാത്രം. എന്ത് ദ്രോഹമാണ് അവൻ അവളോട് ചെയ്തത്. അവളെ ജീവന് തുല്യം സ്നേഹിച്ചു പോയതോ. രോഹിത്തെ, നീ ഇങ്ങ് വന്നേ. ഇവിടുമാരൊക്കെ ഭർത്താക്കന്മാരെ കൊലയ്ക്ക് കൊടുക്കുന്ന ജാതിയാ. അല്ല, നിനക്കെപ്പോഴാ വിഷം കലക്കി തരുന്നെന്ന് ആര് കണ്ടു? വാടാ എന്റെ കൂടെ, നമുക്ക് പോവാം. വാ ഇങ്ങോട്ട്. വാ. എടോ, വണ്ടി എടുക്കണോ? വണ്ടി എടുക്ക പെട്ടെന്ന്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോണേ.